മക്കിൾസ് തമ്പുണ്ട് നിങ്ങളൊന്നും ഞെട്ടിയിട്ടുണ്ടാവും അല്ലെ. മിസ് അതെന്താ പറയുന്നത്, ഓൺ എക്സാമിന്റെ ക്ഷീണം മാറി ഇങ്ങോട്ട് എണീക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്ക് ക്രിസ്മസ് എക്സാമും. മിസ്സിന് എന്താ വട്ടാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. യെസ്, വട്ടാണ്. അതായത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, നമ്മളുടെ ഈ വലിയ വലിയ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ സ്റ്റോറിയൊക്കെ ആദ്യമേ എഴുതപ്പെടും, എഴുതി വെക്കും എന്നൊക്കെ പലരും പറഞ്ഞേക്കാറില്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങൾ 7ാം ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ 7ാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ 7ാം ക്ലാസ്സിൽ ഓൺ എക്സാം എപ്പോൾ എഴുതണം, ക്രിസ്മസ് എക്സാം എപ്പോൾ എഴുതണം, ഫൈനൽ എക്സാം എപ്പോൾ എഴുതണം, ഓൺ എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം തുടങ്ങി മൊത്തം ഫുൾ കാര്യങ്ങൾ ഗവൺമെന്റ് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അക്കാഡമിക് കലണ്ടർ എന്ന് പറയുന്നത്. ഈ ഒരു അക്കാഡമിക് കലണ്ടറിലെ ഡിസംബർ മാസം മിസ് കാണിച്ചു തരട്ടെ. ഇവനാണ്. ഈ ഡിസംബർ മാസത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ ഒരു ഡിസംബർ 11 2ാം പാദവാർഷിക പരീക്ഷ ആരംഭം ഇവർ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്നാണ് നമുക്ക് എക്സാം വരാൻ പോകുന്നത്? ഡിസംബർ 11 നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നത് ഡിസംബർ 18 കൂടിയിട്ട് നിങ്ങളുടെ എക്സാം അവസാനിക്കുകയും ചെയ്യും. 19 ക്രിസ്മസ് പരിപാടിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെക്കേഷനിലേക്ക് ഹായ് പോവുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡിസംബർ 11 കുറെ ദിവസം ഉണ്ടല്ലോ. സിമ്പിൾ, എന്തോരം ദിവസം ഉണ്ട് ഡിസംബർ 11. ഇപ്പൊ വെറും സെപ്റ്റംബർ 22, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ. നല്ല സുഖം എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്താണ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എത്ര ദിവസമാണെന്നറിയോ? ഇന്ന് മുതൽ എണ്ണിക്കോ, നിങ്ങൾക്ക് 77 ഡേയ്സ് ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. 77 ഡേയ്സ്. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ വരാനുണ്ട്. നിങ്ങൾ കലോത്സവം വരാനുണ്ട്, സ്പോർട്സ് വരാനുണ്ട്, ടൂറ് വരാനുണ്ട്, എല്ലാം വരാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കലോത്സവത്തിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്കൂളിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു 77 ദിവസത്തിൽ പോട്ടെ, ഒരു 7 ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നു. 7 ഡേയ്സ് നിങ്ങൾക്ക് കലോത്സവോ സ്പോർട്സോ ടൂറോ സൽക്കാരോ കല്യാണോ എന്തോ ആവട്ടെ, ഈ 7 ദിവസം പോരാന്ന് എനിക്കറിയാം. എന്നാലും 7 ദിവസം അങ്ങനെയൊക്കെ എടുത്തെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടടാ? ബാക്കിയുള്ള 70 ദിവസം ഉണ്ട് അല്ലെ. 70 ദിവസം ഉണ്ട്. ഈ 70 ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് പഠിച്ചു തീർക്കാനുണ്ട്? കറക്റ്റ് പറയുകയാണെങ്കിൽ 7 സബ്ജക്റ്റ് ഉണ്ട്. 70 ഡേയ്സ് ഉണ്ട്, 7 സബ്ജക്റ്റ് ഉണ്ട്. കറക്റ്റ് ഇപ്പം ഈ നാളെ മുതൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള എത്രയാ അറിയോ? ഒരു സബ്ജക്റ്റ് പഠിക്കാൻ കറക്റ്റ് 10 ദിവസങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് USS പഠിക്കാനുണ്ട്. നമ്മളുടെ ഡിസംബർ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത മാസം തന്നെ USS വരും. നമ്മളുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് USS എക്സാം വരും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ USS പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ USSനും എല്ലാത്തിനും കൂടി നിങ്ങളെ മുന്നിലുള്ളത് ഈ 70 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് മക്കളെ. വെറും 10 ദിവസങ്ങൾ ഓരോ സബ്ജക്റ്റിനും 10 ദിവസങ്ങൾ. എന്തോരം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് നമുക്ക്. ഒരു ദിവസം ഒരു ചാപ്റ്റർ ഒക്കെ വെച്ച് പഠിക്കണം. നിങ്ങൾ ഒറ്റക്ക് പഠിച്ചു തീരുമോ? എടാ ഇപ്പം തുടങ്ങിക്കോ. കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട്, കറക്റ്റ് ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട്, ഓൺ എക്സാമിന് സംഭവിച്ച എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ക്രിസ്മസ് എക്സാം എന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ട് ഇപ്പം ഈ ഒരു നിമിഷം മുതൽ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓൺ എക്സാം വളരെ ടഫായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാതെ വന്നൊരു സർപ്രൈസ് ടെസ്റ്റ് പോലെയായിരുന്നു. പക്ഷെ ക്രിസ്മസ് എക്സാം ആദ്യം നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചോ, എടാ ക്രിസ്മസ് എക്സാം ഓൺ എക്സാമിനേക്കാളും വളരെ ടഫായിട്ട് തന്നെയാ വരാൻ പോകുന്നത്. അന്ന് നിങ്ങളുടെ കൂടെ സാരല്ല മോനെ എന്ന് പറഞ്ഞ് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. ബിക്കോസ് നമുക്കറിയാം ക്രിസ്മസ് എക്സാം ടഫായേ പറ്റൂ. ടഫായിരിക്കുന്ന ഉറപ്പാണ് നമുക്ക്. ആ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ എന്റെ മക്കള് ഇന്ന് മുതൽ ഉറപ്പിച്ചോ, ഇപ്പൊ തന്നെ കണ്ണടച്ച് പ്രതിജ്ഞ ചെയ്തു വെച്ചോ, ഞാൻ ഇന്ന് മുതൽ പഠിച്ചിരിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോ ബേസിക്സ് മുതലേ പഠിക്കണം, മിസ്സേ ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ എടാ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സൂപ്പർ ബാച്ച് ഇപ്പം ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആയിട്ട് തരുന്നുണ്ട്. ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തന്നെയാണ് നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇപ്പൊ നമുക്ക്
ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1999 നിങ്ങൾക്ക് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കിട്ടാൻ പോകുന്നത്. ഇതിൽ മൊത്തം ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്സിന് ക്ലബ് ഉണ്ട്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഇംഗ്ലീഷിന് ക്ലബ് ഉണ്ട്, അവർക്ക് സ്പെഷ്യൽ ലൈവുകൾ കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, USSന്റെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മൊത്തം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ഇവരെ എഴുതുന്നുണ്ട്, MCQ എക്സാംസ് എഴുതുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ 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 കാര്യങ്ങളും തരാനും എല്ലാം പഠിപ്പിച്ചു തരാനും ഡിസംബറോട് കൂടിയിട്ട് ഞാൻ പറയട്ടെ, ഡിസംബറോട് കൂടിയിട്ട് നിങ്ങൾ എങ്ങനെ പഠിച്ചാലും ഒറ്റക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാനാവോ? ഇല്ല അല്ലെ. ഡിസംബർ വരെയുള്ള ചാപ്റ്റർ ചിലപ്പം, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസംബറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ പഠിപ്പിച്ചു തരാൻ പോവാണ്. ഫുൾ നിങ്ങൾക്ക് എന്താണോ 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അത് മൊത്തം ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ കൂടെ കൂടിക്കോടാ. ഇപ്പൊ തന്നെ നമ്മളുടെ 1999 നമ്മളുടെ ബാച്ചിന്റെ ഫീ വരുന്നത്. 2999 ബാച്ചാണ്. നിങ്ങൾക്ക് ഒരു ഓഫർ ആയിട്ട് തരാൻ പോവാണ്. ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഇപ്പം പൈസ അടയ്ക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട്, ഏർലി ബേർഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേരും ക്ലാസ്സും നിങ്ങളുടെ നമ്പറും ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഒന്ന് ഇരുന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഇരുന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ചേർന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കാണാം. അതുവരേക്കും ബൈ.